മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുക പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന എളിമ എന്ന പുണ്യത്തെ പറ്റിയാണ്. എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാമറിയം. തൻ്റെ ജീവിത സുഖങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ പ്രാധാന്യം നൽകാതെ തന്നെ പൂർണ്ണമായ ദൈവഹിതത്തിന് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റവും എളിയവളായി മാറ്റപ്പെട്ടു. ഈ എളിമയാണ് പരിശുദ്ധ കന്യാമറിയത്തെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പരിശുദ്ധ അമ്മയുടെ എളിമയെപ്പറ്റി ഇപ്രകാരം പറയുക: അവൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മഹത്വത്തിലും ദൈവത്തിന് തന്നെ സമർപ്പിച്ചു, ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് എളിമയുടെ ഈ വലിയ സന്ദേശം. എളിമയിലൂടെയുള്ള സേവനം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ എളിമയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ ഗർഭാവസ്ഥയിലും യൂദയായിലെ മലമ്പ്രദേശത്ത് തൻ്റെ ബന്ധുവായ എലിസബത്തിനെ പരിചരിക്കുവാനായിട്ട് നയിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മ ഒരു പരിചാരികയായി തന്നെ എളിമപ്പെടുത്തി എലിസബത്തിനെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ളവരെ, എളിമയിലൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള വലിയ മാതൃക ഇതിലൂടെ പരിശുദ്ധ കന്യാമറിയം നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് മുൻപോട്ട് പോകുവാനുമുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.